ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അമ്മതൻ ചെരുപ്പായി മാറണം. അമ്മതൻ ചവിട്ടേൽക്കാനല്ല. പിന്നെയോ ഈ നാളത്രയും എന്നെ ചുമന്ന അമ്മയെ ഞാനൊന്ന് ചുമക്കട്ടെ. ഈ പുസ്തകത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് ഈ വാക്കുകളിലാണ്. ഇത്രയും നാൾ എന്നെ ചുമന്ന അമ്മയെ ഞാനൊന്ന് ചുമക്കട്ടെ എന്ന ഹൃദയവിചാരത്തോടുകൂടി. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് ലൂമിക എന്ന ഒരു പുസ്തകമാണ്. ലൂമിക, ഒരു മാതൃസ്പർശം, അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. ലൂമിക എന്നാൽ ഉറവിടം എന്നർത്ഥം, അല്ലെങ്കിൽ ആരംഭം, അതിൻ്റെ തുടക്കം. അങ്ങനെ ലൂമിക എന്ന ഫിലിപ്പിയൻ വാക്കാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകമായി ലിബിൻ ജോ മാത്യു എന്ന എഴുത്തുകാരൻ എടുത്തിരിക്കുന്നത്. ഈ ലൂമികയാണ് ഇന്നത്തെ ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. ലിബിൻ ജോ മാത്യു എന്ന വൈദിക വിദ്യാർത്ഥി, പൂനെയിൽ 2ാം വർഷ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായ ലിബിൻ ജോ മാത്യുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ഹൃദയ വിചാരങ്ങളാണ്. അവൻ കണ്ടെത്തിയ അമ്മമാരെക്കുറിച്ചും അവന് കാഴ്ച ലഭിച്ച, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അമ്മമാരിലൂടെ അവന് കിട്ടിയ കാഴ്ചപ്പാടുകളും, അങ്ങനെ ജീവിതത്തിലുണ്ടായ അമ്മ ദർശനങ്ങളാണ് ലൂമിക എന്ന ഈ പുസ്തകത്തിൽ അതിമനോഹരമായി ലിബിൻ ജോ മാത്യു എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെയെല്ലാം ആരംഭമായ അമ്മമാരെക്കുറിച്ചുള്ള ഈ ഹൃദയവിചാരങ്ങളിൽ, അല്ലെങ്കിൽ ഈ ലൂമികയുടെ തുടക്കത്തിൽ തന്നെ ഇതിന് അവതാരിക എഴുതിയിരിക്കുന്ന പോൾ തേലേക്കാടച്ചൻ ഒരു മനോഹരമായ ചിന്ത പങ്കുവയ്ക്കുന്നുണ്ട്. അത് ജൂലിയ ക്രിസ്തേവ എന്ന ചിന്തകയുടെ ഒരു വരിയാണ്. അതിപ്രകാരമാണ്: നമുക്കെല്ലാം മുഴുവട്ടില്ലായിരിക്കാം, പക്ഷേ നാമെല്ലാം അരവട്ടുള്ളവരാണ്. കാരണം നാം നമ്മുടെ അമ്മമാരെക്കുറിച്ച് അരവട്ടുള്ളവരാണ്. നമ്മുടെ അമ്മമാരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു താളം കിട്ടുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും ഒരു ജീവിതത്തിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ അമ്മമാരെ ഓർക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നാം പിന്നിട്ട വഴികളുടെ നല്ല ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുമ്പോൾ തീർച്ചയായും അമ്മമാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് പലപ്പോഴും പ്രത്യാശയുടെ, ശക്തിയുടെ, സംരക്ഷണത്തിൻ്റെ, ആ കരുതലിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലുമായി അമ്മ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി ഈ ഗ്രന്ഥത്തിലുടനീളം എഴുത്തുകാരൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോൾ തേലേക്കാടച്ചൻ്റെ ഈ അവതാരികയിൽ നിന്ന് വായിച്ചെടുക്കുന്നതും അതുതന്നെയാണ്. അമ്മമാരെക്കുറിച്ച് അരവട്ടുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. കാരണം അമ്മ എന്ന ആ ഓർമ്മയിൽ നമ്മുടെ ജീവിതമാകെ ലയിച്ചു നിൽക്കുന്നതായി പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയലാറിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, അത് വരികളാണ്: അമ്മയില്ലാതെ ഒരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാരണം ജീവിതത്തിൻ്റെ ഉറവിടമായ ലൂമികയായ ആ അമ്മയിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. ദൈവ സ്വരവും ദൈവ സാന്നിധ്യവും ഈശ്വരനാമവും എല്ലാം ആരംഭിക്കുന്നത് ഈ അമ്മമാരിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമ്മമാരെ നമുക്കൊന്ന് ഓർത്തെടുത്താലോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അക്ഷരങ്ങൾ മുതൽ അനുഭവങ്ങൾ വരെ നൽകിയ ഈ അമ്മമാരെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആ ഓർമ്മപ്പെടുത്തലാണ് ലിബിൻ ജെ മാത്യു തൻ്റെ ലൂമികയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അമ്മമാരെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മാതൃഭാവങ്ങളെക്കുറിച്ചുള്ള എന്തുമാത്രം പുസ്തകങ്ങളാണ് ഈ ലോകത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ എന്തുമാത്രം അമ്മ വിചാരങ്ങളുടെ, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി നല്ല നല്ല അനുഭവങ്ങളിലൂടെ അധികം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ലൂമിക എന്നുള്ള പുസ്തകം ഒരു വ്യത്യസ്തമായ പുസ്തകമോ, അല്ലെങ്കിൽ അതിമനോഹരമായ ആശയസമ്പുഷ്ട, അല്ലെങ്കിൽ വ്യത്യസ്തമായ ആശയങ്ങളാൽ നിറഞ്ഞതോ എന്നൊന്നും അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സാധാരണമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ സാധാരണമായ അനുഭവങ്ങളും, അത് പ്രത്യേകമായി അമ്മ അനുഭവങ്ങൾ, അത് ഈ പുസ്തകത്തിലുണ്ട്. അത് നമുക്കൊന്ന് ഓർത്തെടുക്കാവുന്ന വിധത്തിൽ കോർത്തിണക്കി ലിബിൻ ജെ മാത്യു അവതരിപ്പിച്ചിരിക്കുകയാണ്. 23 അധ്യായങ്ങളായി പല പല കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, തൻ്റെ യാത്രകളിലൂടെ, കണ്ടെത്തലുകളിലൂടെ, മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച കേൾവികളിലൂടെ, അങ്ങനെ അതിമനോഹരമായി ലിബിൻ ജെ മാത്യു ഈ പുസ്തകം നമുക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മയെക്കുറിച്ചുള്ള, ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹനീയമായ മുഹൂർത്തമെന്നൊക്കെ നാം വിളിക്കുന്ന ആ അമ്മ, അല്ലെങ്കിൽ ആ അമ്മഭാവം, മാതൃഭാവത്തെ നമുക്ക് വിവരിച്ചെടുക്കാവുന്നതിലും മനോഹരമായി, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ വരികളിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മമാർക്കുള്ള ഒരു കൃതജ്ഞതാ ഗീതം പോലെയാണ് ഈ പുസ്തകം അനുഭവപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ
അമ്മമാരെയൊക്കെ നാം ഓർത്തെടുക്കാവുന്ന വിധത്തിൽ അവർക്കുള്ള ഒരു നന്ദിയായി ഇതിലെ അക്ഷരങ്ങൾ മാറുകയാണ്. കാരണം അമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് പ്രത്യാശയുടെ, കരുണയുടെയൊക്കെ ഭാവങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഈ പുസ്തകത്തിലുടനീളം വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കോർത്തിണക്കി ഇതിൻ്റെ അവസാനം നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാവുന്നത് 2 വാക്കുകളിലൂടെയാണ്. ഒന്ന് പ്രത്യാശയുടെയാണ്, 2 കരുണയുടെയാണ്. കാരണം അമ്മയെന്നോർക്കുമ്പോൾ ഒരു പ്രത്യാശയുടെ, ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാവുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ശക്തി പോകുമ്പോൾ, അല്ലെങ്കിൽ താന്നു പോകുമ്പോൾ, വീണു പോകുമ്പോൾ ഇനിയും ഓടാനുള്ള, ഇനിയും കുതിക്കാനുള്ള ഒരു പ്രത്യാശ നൽകുന്ന മുഖമാണ്, ആ ഒരു ഭാവമാണ് അമ്മയുടെ മുഖം. കാരണം നാം ബാല്യത്തിൻ്റെ ഇടവഴികളിൽ വീണപ്പോൾ അമ്മ കൈപിടിച്ച് നമ്മളെ നടത്തിയതുപോലെ നമ്മുടെ മുറിവുകൾ കെട്ടി അല്ലെങ്കിൽ മരുന്ന് വെച്ച് നമ്മെ വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി അമ്മ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് പലയിടങ്ങളിലേക്ക്, പല വഴികളിലേക്ക്. അങ്ങനെ പ്രത്യാശയുടെ ഒരു മുഖമായി അമ്മ നിൽക്കുമ്പോൾ, വീണ്ടും കരുണയുടെ മറ്റൊരു മുഖമായി അമ്മ നമ്മുടെ അടുക്കളകളിലും നമ്മുടെ ഇടങ്ങളിലും ഓടി നടക്കുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ അമ്മയുടെ ഭാവം, അമ്മയുടെ മാതൃഭാവം അത് ആവാഹിക്കാനുള്ള ഓർമ്മപ്പെടുത്തലും ഈ പുസ്തകം നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നുണ്ട്. നിലാവെളിച്ചം തേടി എന്ന ശീർഷകത്തിലൂടെയാണ് ലിബിൻ ജെ മാത്യു തൻ്റെ ഈ പുസ്തകം ലൂമിക ആരംഭിക്കുന്നത്. അതിൽ അതിമനോഹരമായ 4 ബിംബങ്ങളെ അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം. ഈ ദർശനത്തിൽ ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ വ്യസനത്തോടെ പറയുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം. ഈ 4 ദർശനങ്ങൾ, ഈ 4 ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. മാതാക്കളെക്കുറിച്ചും പിതാക്കളെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അജ്ഞത കൊണ്ട് പലപ്പോഴും മനുഷ്യനൊത്തിരി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ അർത്ഥതലങ്ങളിൽ നിന്ന് അവൻ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വരുമ്പോൾ മാതൃഭാവം എന്താണ്, മാതൃഭാവങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ടത്, എപ്രകാരമാണ് നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കേണ്ടത് എന്നും കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖലീൽ ജിബ്രാൻ പറഞ്ഞ വാക്കുകളൊക്കെ എത്രമാത്രം അർത്ഥവത്താണ്. കാരണം അമ്മയെക്കുറിച്ചുള്ള ആ നല്ല ഓർമ്മപ്പെടുത്തൽ ഖലീൽ ജിബ്രാൻ പറയുന്നത് ഇപ്രകാരമാണ്: അമ്മയെല്ലാമാകുന്നു. അവൾ ദുഃഖത്തിൽ സ്വാന്തനവും ഞെരുക്കത്തിൽ പ്രത്യാശയും ബലഹീനതയിൽ ബലവുമാകുന്നു. അവൾ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും പ്രതീകമാകുന്നു. അവളെ നഷ്ടപ്പെടുത്തുന്നവൻ അവനെ നിരന്തരം അനുഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന പവിത്രാത്മാവിനെ തന്നെ നഷ്ടമാക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുതന്നെയല്ലേ ശരി? ഈ പുസ്തകത്തിലും അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നത് അതുതന്നെയാണ്. കാരണം 23 അധ്യായങ്ങളായി അദ്ദേഹം അമ്മ വിചാരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതിലെല്ലാം ഓരോ അമ്മമാരുണ്ട്. ഈ അമ്മമാർക്ക് ചില നഷ്ടപ്പെടലിൻ്റെ കഥകൾ പറയാനുണ്ട്. അവർക്ക് നഷ്ടമായ ചില നല്ല അനുഭവങ്ങൾ പറയാനുണ്ട്. ചിലപ്പോഴത് മക്കളായും സഹോദരങ്ങളായും ഭർത്താവിനാലുമൊക്കെ നഷ്ടപ്പെട്ട നല്ല ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ, ആ നല്ല അനുഭവങ്ങളിൽ എവിടെയോ നമ്മളും ഒളിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ കഥകളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കും സ്ഥാനമുണ്ട്. ഈ പുസ്തകം വായിച്ചെടുത്തപ്പോൾ പലയിടങ്ങളിലും എനിക്ക് എന്നെ തന്നെ കാണാനിടയായി. എവിടെയെങ്കിലുമൊക്കെ നമുക്കും അമ്മയെ മറന്നു പോകാനിടയായിട്ടുണ്ട്. എവിടെയോയൊക്കെ വെച്ച് നമുക്കും അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് കാണപ്പെടുന്ന രീതിയിലല്ലായിരിക്കാം. മറവിയുടെ, അല്ലെങ്കിൽ അവളെ ഒന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ തിരക്കുകൾക്കിടയിൽ അവളെ ഒന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തോട് ഒരു സ്പർശനമായൊക്കെ പണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ അമ്മ നമ്മെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തോടും ചേർത്ത് പിടിക്കുന്ന ആ ഒരു നല്ല അനുഭവമൊക്കെ എവിടെയൊക്കെയോ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് എനിക്കും ഈ ലൂമികയിലൂടെ ബോധ്യമായി. നമ്മളെല്ലാവരും ധ്യാനങ്ങൾ കേൾക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിനിടയിൽ എന്തുമാത്രം ധ്യാന വിചാരങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ ധ്യാനങ്ങളിലെല്ലാം നമ്മൾ ഓർത്തെടുത്താൽ നമുക്ക് മനസ്സിലാകും, ഒരാളെക്കുറിച്ച് മാത്രം പറയാതെ പോകില്ല. അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു മാതൃഭാവമാണ്. ഈ ലൂമികയും അവളെക്കുറിച്ച് മാത്രം പറയാതെ പോകുന്നില്ല. ഇതിൻ്റെ 7-ാം അധ്യായം തന്നെ അമ്മയുടെ കരം പിടിച്ച് യാത്ര പുറപ്പെടാമെന്നുള്ള ശീർഷകത്തിൽ അതിധന്യമായി നിൽക്കുകയാണ്. കാരണം പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ 7-ാം അധ്യായം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിലെ ഒരു രംഗമുണ്ട്. ഈശോ വീഴുമ്പോൾ അമ്മ ഓടി വരുന്ന ഒരു രംഗം. അപ്പോഴമ്മ പറയുന്ന ഒരു വാക്യം സബ്ടൈറ്റിലായിട്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ. അതിങ്ങനെയാണ്: മകനെ, ഞാനിവിടെയുണ്ട്, പേടിക്കേണ്ട എന്നുള്ള ഒരു വചനം.
പലപ്പോഴും അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാനും കൂടി നാം മറന്നു പോകുന്നുണ്ട്. ഇതും ഒരു മാതൃഭാവമല്ലേ എന്ന ഓർമ്മപ്പെടുത്തൽ ലിബിൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. അമ്മയുടെ കരം പിടിച്ച് യാത്ര പുറപ്പെടുമ്പോൾ, അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കയറി ചെല്ലുമ്പോൾ വലിയൊരു ശക്തിയായി ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രത്യാശയും കരുണയുമൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നാം ചെയ്തുകൊണ്ടിരുന്നതും അതുതന്നെയല്ലേ? അമ്മയുടെ കരം പിടിച്ച് കുഞ്ഞുനാളിൽ പലയിടത്തേക്കും പോയി, അമ്മയുടെ കരം പിടിച്ച് പലയിടങ്ങളിലേക്കും നാം യാത്ര പുറപ്പെട്ടു. അമ്മയുടെ കരം പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ കരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ശക്തിയും സംരക്ഷണവുമൊക്കെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടവർക്കും അമ്മ ജീവിതത്തിൽ നിന്നും അകന്നുപോയവർക്കും ഈ മാതൃഭാവത്തെ വീണ്ടെടുക്കാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുക എന്നും കൂടി ഇദ്ദേഹത്തിൻ്റെ ഈ നല്ല കുറിപ്പിൽ, അമ്മ വിചാരങ്ങളിൽ അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. മകനെ, ഞാനിവിടെയുണ്ട്, പേടിക്കേണ്ട എന്ന് ഇന്ന് എന്നോടും അമ്മ പറയുന്നുണ്ട്. പലപ്പോഴും എൻ്റെ വീഴ്ചകളിൽ, നമ്മുടെ വീഴ്ചകളിൽ നമുക്ക് ഈ വിളി കേൾക്കാൻ, അല്ലെങ്കിൽ ഈ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. അമ്മേ, ഞാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അമ്മ വിചാരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ, വിശുദ്ധമാക്കാനും ആ ഒരു വിചാരം കൂടി ലിബിൻ മനോഹരമായി നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന, ഇതിൽ പല അമ്മമാരുണ്ട്, പല മുഖങ്ങളുള്ള, വാർദ്ധക്യവും യൗവനവും സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കൂട്ടുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അമ്മ വിചാരങ്ങളും എല്ലാം ചേർത്ത് വെച്ച് ലിബിൻ മനോഹരമായ അമ്മ വിചാരങ്ങളിലൂടെ ഇദ്ദേഹം ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നുണ്ട്. മദർ തെരേസ പറയുന്നുണ്ട്, നിനക്ക് ഈ ലോകത്തെ മാറ്റണമെങ്കിൽ, നിനക്ക് ഈ ലോകത്തെ തകിടം മറിക്കണമെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമെന്ന്, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുമെന്ന്. പലപ്പോഴും ജീവിത വിജയത്തിൻ്റെ പുസ്തകങ്ങൾ തേടി, ജീവിത വിജയത്തിൻ്റെ ടിപ്സ് തേടിയൊക്കെ ഈ ഫാസ്റ്റ് വേൾഡിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അമ്മയെയും അപ്പനെയും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക. നമ്മുടെ ജീവിത വിജയങ്ങൾ തുടങ്ങുന്നത് ഈ കളരിയിൽ നിന്നാണ് എന്നും കൂടി ഈ പുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ അപ്പനമ്മമാർക്ക്, പ്രത്യേകമായി അമ്മമാർക്ക് ഒരു ഏകാന്ത അനുഭവങ്ങളുണ്ട് എന്നും കൂടി നമ്മൾ അടിവരയിടേണ്ട ഒരു കാലമാണിത്. എത്രമാത്രം അമ്മമാർ ഏകാന്തരാണ് അവരുടെ ലോകത്ത്, അടുക്കളയിൽ, ജീവിതത്തിൽ, മുറികളിൽ. ഏകാന്തതയുടെ ഒരു മരുഭൂമി അനുഭവം തന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇല്ലേ? അങ്ങനെ 14-ാം അധ്യായം ഏകാന്ത യാത്ര എന്ന് തന്നെ അദ്ദേഹം ശീർഷകമിട്ട് ഒരു അനുഭവം പറയുന്നുണ്ട്. എയർപോർട്ടിൽ വെച്ചുണ്ടായ ഒരു അനുഭവം. അത് ഒരമ്മയുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അമ്മ അനുഭവങ്ങളിലേക്കൊക്കെ എങ്ങനെ ശക്തമായി ഇടപെടാൻ സാധിച്ചു എന്നൊക്കെ ഇദ്ദേഹം ഈ ലേഖനത്തിലൂടെ, അല്ലെങ്കിൽ ഈ അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏകാന്തരാണ് പലപ്പോഴും അമ്മമാർ. ഈ ഏകാന്തതയിലേക്ക് പ്രത്യാശയായി, കരുണയായൊക്കെ നമുക്കും തിരിച്ചു പോകാൻ സാധിക്കുമ്പോഴാണ്. കാരണം അവർ പകർന്നു തന്നതെല്ലാം ഈ പ്രത്യാശയും കരുണയുമാണ്. ഈ പുസ്തകത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അതുതന്നെയാണ്. ആ പ്രത്യാശയും കരുണയും തിരിച്ചു കൊടുക്കുന്നവരാ നല്ല മക്കളായി നാം മാറുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞുനാളിലെ ആ സംരക്ഷണവും ആ ഓമനത്വവുമൊക്കെ തിരിച്ചു നൽകുന്ന നല്ല മക്കളായി നാം എന്ന് മാറുമെന്നും കൂടി ഈ വാക്കുകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും ഒരു അഭയമായി നമ്മുടെ ജീവിതത്തിൽ അമ്മ മാറിയതുപോലെ ഇന്ന് നമ്മൾ അമ്മമാർക്ക് അഭയമായി മാറുമ്പോൾ പല ശരണാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളുമൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ശരണാലയത്തിൽ കുർബാന ചെല്ലാൻ പോവുകയുണ്ടായി. കുർബാനയ്ക്ക് ശേഷം ഏകദേശം 30ഓളം അമ്മമാരുണ്ട്. ഈ അമ്മമാരെല്ലാം ഓടി വന്ന് അവരുടെ വിശേഷങ്ങൾ പറയും, സൗഹൃദങ്ങൾ പറയും, ഒരാഴ്ച കാലത്തെ അനുഭവങ്ങളും എല്ലാം പറയും. സന്തോഷങ്ങളൊക്കെ അതിമനോഹരമായി അവർ പങ്കുവയ്ക്കും. അതിനുശേഷം ഒരു അമ്മച്ചി വന്ന് എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, ഈ ക്രിസ്മസിന് മോൻ വരും, അവൻ വന്ന് ഞങ്ങളുടെ പഴയ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ തിരിച്ചു പോകും. ഒത്തിരി കൂട്ടുകാർ വരും, ബന്ധുക്കാർ വരും, അവരെല്ലാം എനിക്കൊന്ന് കാണണം. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എനിക്ക് സന്തോഷമായി. അമ്മയുടെ മുഖത്തെ ലാവണ്യം കണ്ട്, പ്രത്യാശ കണ്ട് തിരിച്ച് ആ ശരണാലയം വിട്ടിറങ്ങുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ്, അച്ഛാ, അമ്മച്ചി ചുമ്മാ പറയുന്നതാണ്, അമ്മച്ചിയുടെ സന്തോഷം കൊണ്ട്, പ്രത്യാശ കൊണ്ട് അമ്മച്ചി പറയുന്നതാണ്.
മോൻ വരാനൊന്നും പോകുന്നില്ല, മോൻ ഞങ്ങളെ വിളിച്ചായിരുന്നു, അവന് സമയമില്ല, അവൻ പുറത്താണ്. പലപ്പോഴും ഈ പ്രത്യാശ, ഈ കാത്തിരിപ്പ് പല ശരണാലയങ്ങളിലും ഇന്നുമുണ്ട്, അല്ലെങ്കിൽ പല കുടുംബങ്ങളിലും പല ഇരുട്ടുമുറികളിലും ഇന്നുമുണ്ട്. നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചുവരവിന് വേണ്ടി, ഒരു നല്ല വാക്കിനു വേണ്ടി, സന്തോഷത്തിൻ്റെ ഒരു നല്ല ദിനം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് വേണ്ടി, പ്രത്യാശയുടെ നല്ല വാക്കുകൾ അവർക്ക് വേണ്ടി അവരുടെ രോഗാവസ്ഥയിലും സമ്മാനിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ചില മുഖങ്ങൾ. അതിൽ നല്ല ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗത്തോളം അമ്മമാരും ഈ വേദന അനുഭവിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കാരണം ഈ 23 അധ്യായങ്ങളിലും ലിബിൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ അനുഭവങ്ങളാണ്. ഒരു തരത്തിൽ അമ്മമാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് വേദനയുടേതായിട്ട് മാത്രമല്ല ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൽ പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്, കരുണയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം എടുക്കേണ്ടത്, അതിൽ അടിവരയിട്ട് പറയേണ്ടത് ഈ പ്രത്യാശയും കരുണയുമാണ്. അത് വറ്റിപ്പോകുന്ന ചില ഇടങ്ങളുണ്ട് നമ്മുടെ ഈ ജീവിതചര്യകളിലെല്ലാം. അപ്പോൾ അത് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ പ്രത്യാശയും കരുണയുമൊക്കെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതിനെ തിരിച്ചു പിടിച്ച് അമ്മമാർക്ക് സമ്മാനിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ആ കടമകൾ മറക്കുമ്പോഴാണ് നാം മക്കളല്ലാതായി മാറുന്നത്. ആ കടമകൾ മറന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരികെ പോകാനുള്ള ഒരു വെല്ലുവിളിയും ഓർമ്മപ്പെടുത്തലും ഈ അക്ഷരങ്ങളിലുണ്ട്. നോബൽ സമ്മാനം വാങ്ങിക്കൊണ്ടാണ് മദർ തെരേസ ഈ വചനം പറഞ്ഞത്. നമുക്ക് നമ്മുടെ ലോകത്തെ മാറ്റണമെങ്കിൽ, ലോകത്തിൽ ഇടപെടലുകൾ സംഭവിക്കണമെങ്കിൽ കുടുംബത്തിലേക്ക് വരണമെന്ന്. അത്രമാത്രം കുടുംബത്തിൽ അടിത്തറ പണിയണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മദർ. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയും കരുണയുമൊക്കെ നഷ്ടപ്പെടുന്നതും കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിൽ നിന്നുള്ള നല്ല അമ്മ വിചാരങ്ങൾ, അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ നല്ല വീക്ഷണങ്ങളും ഓർമ്മകളും അനുഭവങ്ങളുമൊക്കെ നാം വാതിലുകളടച്ച് കുറ്റിയിട്ട് അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് നാം ഈ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പല പല വിജയങ്ങൾക്കും വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. പല കലഹങ്ങളും നൈരാശ്യവും എല്ലാം ദുഃഖങ്ങളുമെല്ലാം ആരംഭിക്കുന്നത് ഈ വേളകളിൽ നിന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായ അമ്മയും അപ്പനും ഈ കുടുംബത്തിൻ്റെ, ഈ വീടിൻ്റെ അകത്തുപെട്ട് അവർ ഇരുട്ടുമുറികളിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇരുട്ടുകോണിൽ അവർ പെട്ട് ഏകാന്തരായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഏകാന്തതയുടെ പൂട്ട് തകർത്ത്, ആ വാതിലുകൾ തകർത്ത് കുടുംബത്തെ വിശുദ്ധീകരിക്കുമ്പോൾ, കുടുംബത്തിൻ്റെ സ്നേഹം ശക്തിപ്പെടുമ്പോൾ അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ലോകത്തിൽ നിരവധി നേട്ടങ്ങളിലേക്കൊക്കെ നമുക്ക് ചുവട് വയ്ക്കാൻ സാധിക്കുന്നത്. ഒരു വരികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനോഹരമായി തോന്നിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ ലൂമികയിലെ ഏറ്റവും മനോഹരമായ ഒരു വരി ഇതാണ്: അമ്മയെ പുറത്താക്കി കതകടച്ചവൻ്റെ വിരലുകളിലൊന്ന് കതകനിടയിൽപ്പെട്ടപ്പോൾ അവൻ ആദ്യം വിളിച്ചതും അമ്മയെന്നാണ്. ജീവിതത്തിൻ്റെ ഏത് നൈരാശ്യത്തിലും വേദനയിലും ദുഃഖത്തിലും നാം അറിയാതെ തന്നെ വിളിച്ചു പോകുന്നത് അമ്മയെന്നാണ്. അത് നമുക്ക് ഉറുമ്പ് കടിച്ചാലായാലും വേദനിച്ചാലായാലും അപകടത്തിൽപ്പെടുമ്പോഴാണ് എപ്പോഴായാലും ഈ അമ്മയെ വിളികൾ ജീവിതത്തിലുണ്ട്. നമ്മൾ അമ്മയൊക്കെ മറന്നുപോയെന്ന് നമ്മൾ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്നുമൊക്കെ മറ്റുള്ളവരോട് വീമ്പിളക്കുമ്പോഴും, അല്ലെങ്കിൽ അമ്മ എനിക്കത് തന്നില്ല, അമ്മ എനിക്കിത് തന്നില്ല എന്നൊക്കെ നാം പരിഭവങ്ങൾ പറയുമ്പോഴും ജീവിതത്തിൻ്റെ വേദനകളിൽ നാം ആദ്യം വിളിക്കുന്നത് അമ്മയെ തന്നെയാണ്. ആ അമ്മയെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്നും മറന്നു പോകുമ്പോഴാണ്, മറക്കുവാൻ നാം തയ്യാറെടുക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഈ നഷ്ടങ്ങളെ വീണ്ടെടുക്കണമെങ്കിൽ ഈ പ്രത്യാശയുടെ, കരുണയുടെ ഭാവമായ മാതൃഭാവത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണമെന്നാണ് ലിബിൻ ഈ പുസ്തകത്തിലൂടെ, ലൂമികയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൻ്റെ ശീർഷകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദി അല്ലെങ്കിൽ ആരംഭം, ഉറവിടം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അത് അമ്മയായി വീണ്ടും നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എപ്പോഴും ഊർജം ലഭിക്കുന്ന, എപ്പോഴും ജീവിതത്തിൽ സ്വപ്നങ്ങൾ നെയ്ത് മുമ്പോട്ട് കുതിക്കുവാൻ പോകുന്ന ആ ഒരു കുഞ്ഞു മനസ്സിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞു ബാല്യത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക് ഇന്നും ജീവിക്കാൻ പറ്റുന്നത്. ആ നിഷ്കളങ്കതയുടെ പുഞ്ചിരി തിരികെ കൊടുക്കുമ്പോൾ നിലാവെളിച്ചം പോലെ, ആ മാതൃഭാവം പോലെ നമുക്കും നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, അപ്പന്മാർക്ക് വേണ്ടിയൊക്കെ ജീവിക്കാൻ സാധിക്കും. ആ ജീവിതത്തിൽ മാത്രമാണ് നമ്മുടെ തലമുറകൾ, കടന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മെ നോക്കിയിരിക്കുന്ന മാതൃഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോകുന്ന പിതൃഭാവങ്ങളൊക്കെ ധന്യമായി മാറുന്നത്.
കാരണം ഇനിയും കടന്നു വരാൻ പോകുന്നത് പുതിയ തലമുറകൾ. ഇനി കടന്നു വരാൻ പോകുന്ന പുതിയ തലമുറകളിലേക്കും അവർ നമ്മെ നോക്കി അപ്പ, അമ്മയെന്നൊക്കെ വിളിക്കണമെങ്കിൽ ജീവിതത്തിൽ പ്രത്യാശയും കരുണയും ഇപ്പോഴേ തുറന്ന്, ആ ചെപ്പ് തുറന്ന് അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ വെളിച്ചം നാം പകരുമ്പോഴാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് എൻ്റെ ഈ അമ്മയുടെ തന്നെ മകനായി ജനിച്ചാൽ മതി, അല്ലെങ്കിൽ മകളായി ജനിച്ചാൽ മതി എന്ന്? നമുക്ക് എത്ര പേർക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും? ഈ അമ്മയുടെ തന്നെ കരം പിടിച്ച് എനിക്ക് വളർന്നാൽ മതിയെന്ന്. സ്റ്റീഫൻ ഓണശ്ശേരിയിൽ അച്ഛൻ്റെ സഹയാത്രികൻ എന്ന കവിതാ വരികൾ ഇപ്രകാരമാണ്: തോർന്നു തീരാത്ത മഴ പോലെ അമ്മ, ഒഴുകിത്തീരാത്ത പുഴ പോലെ അമ്മ, എത്ര അലയടിച്ചിട്ടും കുറവില്ലാത്ത കടൽ പോലെയും അമ്മ. അമ്മേ, നിൻ മുൻപിൽ ഞാൻ തലകുനിക്കുന്നു, നിൻ്റെ ജീവിതത്തിന് മുമ്പിൽ ഞാൻ നിശബ്ദനാകുന്നു. ഇനിയൊരു ജന്മം കൂടി ഈശ്വരൻ തന്നാൽ ഞാൻ പറയും, നിൻ്റെ മകനായി തന്നെ എന്നെ ജനിപ്പിക്കണമേ എന്ന്. അന്നും എല്ലാ കുറവുകളോടും നന്മകളോടും കൂടി ഇന്നത്തെ അമ്മയായി നീ തുടരുക. അമ്മയെക്കുറിച്ചുള്ള ഇതിലും മനോഹരമായ വരികൾ നമുക്ക് എവിടെ വായിക്കാൻ പറ്റും? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എല്ലാ കുറവുകളോടും നന്മകളോടും ആ ഓർമ്മകളോടും കൂടി പറയുക, എനിക്ക് നിൻ്റെ തന്നെ മകനായി ജനിച്ചാൽ മതി, എനിക്ക് നിൻ്റെ ആ നല്ല ഓർമ്മകളിലൂടെ മാത്രം കടന്നു പോയാൽ മതിയെന്ന്. നമുക്കങ്ങനെ പറയാൻ സാധിച്ചാൽ, നമുക്കങ്ങനെ ഓർത്തെടുക്കാൻ സാധിച്ചാൽ, ജീവിതത്തിൽ അങ്ങനെ രേഖപ്പെടുത്താൻ സാധിച്ചാൽ, അതുതന്നെയാണ് ഏറ്റവും ധന്യമായ സമ്മാനം.